ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. അനേകം പേരിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്നത്, നാം ശ്രദ്ധിക്കപ്പെടുന്നത് നാം പതിപ്പിക്കുന്ന അടയാളങ്ങൾ കൊണ്ടാണ്. ഒരു കുഞ്ഞായുസ് കൊണ്ട് ജീവിക്കുന്ന ഇടങ്ങളിൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ കൈമാറി ഒരു അടയാളമായി മാറാൻ കഴിഞ്ഞാൽ അതാണ് ധന്യത. കാലം എത്ര കഴിഞ്ഞാലും ഒളിമങ്ങാത്ത ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ അഗാധ മുദ്രകൾ അടയാളപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ശാന്താളമ്മയുടെ 54-ാം ചരമവാർഷികം നാം ഇന്ന് അനുസ്മരിക്കുന്നു. മെയ് 25 ദൈവത്തിൻ്റെ കണക്കു പുസ്തകത്തിൽ അക്ഷരപ്പിശക് വരാതെ അവിടുന്ന് തന്നെ അടയാളപ്പെടുത്തിയ പുണ്യദിനം. വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകയും പ്രഥമാംഗവുമായ ദേവദാസി ശാന്താളമ്മയുടെ തിരുസാന്നിധ്യ അനുഭവത്തിൽ നിന്നും ഉയർക്കൊണ്ട വിശുദ്ധ ജീവിതം അപരന്റെ ജീവിതത്തിന് മാംസവും രക്തവുമായി മാറി. ദിവ്യകാരുണ്യ സ്നേഹത്തെ പ്രാണനേക്കാൾ അധികം സ്നേഹിച്ച് തിരുസക്രാരിയുടെ കാവൽക്കാരിയും കെടാവിളക്കുമായി തീർന്ന അമ്മ ഭൂമിക്ക് മീതെ ചലിക്കുന്ന സുവിശേഷമായി ജീവിച്ചു. അമ്മയായും അന്നമായും അപ്പമായും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന ശാന്താളമ്മ ക്രിസ്തുവിൻ്റെ ഗന്ധമുള്ള ഒരു അടയാളമായി ഇന്നും സ്മരിക്കപ്പെടുന്നു. സക്രാരിയിൽ ഏകാന്തവാസം അനുഭവിക്കുന്നവനോട് തോന്നിയ അസ്ഥിക്ക് പിടിച്ച പ്രണയം അമ്മയെ തിരുസാന്നിധ്യത്തിൻ്റെ മൺചിരാതാക്കി മാറ്റി. രാത്രിയുടെ നീണ്ട യാമങ്ങൾ തിരുസക്രാരിയെ ആഞ്ഞു പുൽകി ദിവ്യനാഥൻ്റെ ഹൃദയത്തുടുപ്പുകളോട് തൻ്റെ ഹൃദയത്തെ ബന്ധിച്ച് ക്രിസ്തുവിനെ ഉറ്റുനോക്കി ജീവിച്ച അമ്മയ്ക്ക് അഹത്തിൻ്റെ ഭാരമുണ്ടായിരുന്നില്ല, മറിച്ച് ഒരു തൂവലിൻ്റെ കനമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അനേകരിലേക്ക് കരുണയുടെയും കനിവിൻ്റെയും കരുതലിൻ്റെയും സാന്നിധ്യമായി പറന്നെത്താൻ അമ്മയ്ക്ക് സാധിച്ചത്. മറ്റുള്ളവരെ സഹായിക്കാൻ ഇവിടെ സ്നേഹത്തിന് കരങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങളിൽ രക്ഷയ്ക്കെത്താൻ സ്നേഹത്തിന് കാലുകളുണ്ട്. സഹോദരങ്ങളുടെ ദുഃഖവും കണ്ണീരും കാണാൻ സ്നേഹത്തിന് ഹൃദയമുണ്ട്. അവരുടെ നെടുവീർപ്പ് കേൾക്കാൻ സ്നേഹത്തിന് ചെവികളുണ്ട് എന്നൊക്കെ ജീവിതം കൊണ്ട് ശാന്താളമ്മ തെളിയിച്ചു. എല്ലാവർക്കും തണലിലായിരിക്കാൻ സാധിക്കും, പക്ഷേ എല്ലാവർക്കും തണലാകാൻ കുറച്ചു പേർക്കേ സാധിക്കൂ. ദിവ്യകാരുണ്യ തണലിൽ ഇരുന്ന് അനേകർക്ക് തണലായി മാറിയ ശാന്താളമ്മ ഇവിടെയുണ്ട്. സന്യാസ ജീവിതം അർത്ഥശൂന്യമാണെന്നും പക്കാ മണ്ടത്തരമാണെന്നുമൊക്കെ വലിച്ചു കീച്ചുന്ന ഇന്നത്തെ ലോകത്തിന് ഒരു വെല്ലുവിളിയായും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായും ശാന്താളമ്മയുണ്ട്. നമുക്കും ജീവിക്കാനൊക്കുമോ? പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത സംതൃപ്തമായൊരു ജീവിതം. ദിവ്യകാരുണ്യമെന്ന തീക്കട്ടയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ ദാസിയും ഉപാസകയുമായി മാറിയ ദേവദാസി ശാന്താളമ്മയുടെ നിത്യസമ്മാനത്തിൻ്റെ 54-ാം വാർഷികം അനുസ്മരിക്കുന്ന ഈ പുണ്യദിനത്തിൽ ദിവ്യകാരുണ്യനാഥൻ ശാന്താളമ്മ വഴി എല്ലാവരിലേക്കും ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. നന്ദി.